ഹലോ നമസ്കാരം. രാംകുമാർ ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് ഡിസ്നി പ്ലസിലൂടെ OTT റിലീസിന് വന്ന ചിത്രമാണ് പാർക്കിംഗ് എന്നുള്ളത്. അപ്പം ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങൾ വന്നിട്ടുള്ളത് ഹരീഷ് കല്യാണും അതുപോലെ ഇന്ദുജ ബാലചന്ദ്രനും MS ഭാസ്കറൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളിൽ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു സിനിമ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ സിനിമയിൽ പ്രധാന വിഷയം എന്നുള്ളത് ഈഗോയാണ്. ഒരു ഈഗോ വിഷയം ചർച്ച ചെയ്യപ്പെട്ട സിനിമകൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നേരത്തെയും അങ്ങനെയുള്ള ചിത്രങ്ങൾ തമിഴിലും മലയാളത്തിലൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വെറൈറ്റി രീതിയിലാണ് സംവിധായകൻ ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ സിനിമയുടെ പ്ലോട്ടിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ നായകൻ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നതും അതിൽ നിന്നുണ്ടാവുന്ന പ്രശ്നവുമാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരു കാറ് വാങ്ങിക്കേണ്ടി വരുന്നു. അത്യാവശ്യ സാഹചര്യത്തിൽ അവർക്കൊരു കാറ് വാങ്ങിക്കേണ്ടി വരുന്നു. ആ കാറ് പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലവും കണ്ടെത്തുന്നു. അവിടെ നിന്ന് ത്രില്ലർ രീതിയിലേക്ക് കഥ പറഞ്ഞു പോവുകയാണ് പാർക്കിംഗ്. അവിടെ തന്നെ നായകൻ്റെ ഈഗോയും താഴെ താമസിക്കുന്ന വയസ്സനായ ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു ഈഗോ പ്രശ്നവും സംവിധായകൻ സിനിമയിൽ വ്യക്തമായി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഇതുവരെ ഇങ്ങനെയുള്ള സിനിമ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട്. വളരെ രസകരമായി തന്നെ സംവിധായകൻ കഥ പറയുന്നുണ്ട് പാർക്കിങ്ങിലൂടെ. ചിത്രം വളരെ ഗംഭീരമായ ഒരു രീതിയിൽ തന്നെയാണ് ഇവർ മേക്ക് ചെയ്തിട്ടുള്ളത്. സാധാരണ കണ്ടുവരാത്ത രീതിയിലുള്ള സംഭവങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു വെറൈറ്റി രീതിയിൽ എടുത്തിട്ടുണ്ടെന്നല്ല, ഇതേപോലത്തെ കണ്ടന്റുകൾ നേരത്തെ സിനിമകളിൽ വന്നിട്ടുണ്ട്. ചിത്രത്തിൻ്റെ പ്രധാന തുടക്കത്തിൽ കാണിക്കുന്ന സംഭവങ്ങൾ ത്രില്ലർ എലമെൻ്റ് പോലെ തന്നെ അവസാനം വരെ കാണിക്കുകയാണ് പാർക്കിംഗ്. നായകനും അതുപോലെ തന്നെ വില്ലനും എന്നുകൂടി പറയാം. നായകൻ ഒരു വില്ലനും കൂടിയുള്ളൊരു കഥാപാത്രങ്ങളിലൂടെ ഈ ഒരു ചിത്രത്തിൽ പറയുന്നുണ്ട്. സാഹചര്യങ്ങളിലൂടെ വില്ലനായി മാറുന്ന വ്യക്തിയും അതുപോലെ തന്നെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നായകനെയും ചിത്രത്തിൽ വ്യക്തമായി തന്നെ സംവിധായകൻ പറഞ്ഞു പോകുന്നുണ്ട്. സിനിമയുടെ ഒരു ഘട്ടം കഴിഞ്ഞ് കാണിക്കുന്ന രംഗങ്ങൾ അത് വളരെ ത്രില്ലറായ ഒരു രീതിയിലേക്ക് കടന്നു പോവുകയാണ്. MS ഭാസ്കറിൻ്റെ കഥാപാത്രമായാലും ഹരീഷ് കല്യാൺ ചെയ്യുന്ന കഥാപാത്രമായാലും ഒരു റിവെഞ്ച്, ഒരു പ്രതികാരം മുന്നോട്ട് കൊണ്ടുപോയാണ് ഈ ഒരു സിനിമ നമ്മളിലേക്ക് എത്തുന്നത്. മറ്റ് കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റ് സംഭവങ്ങളൊന്നും പറയാനായിട്ട് ഇല്ല. സാധാരണ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളെന്നൊക്കെ പറയാം. സാധാരണ രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ ഈ സിനിമയ്ക്ക്. അത് പ്രത്യേകിച്ച് വലിയൊരു രീതിയിൽ നിന്നൊന്നും പറയത്തില്ല. പക്ഷേ ഒരു വെറൈറ്റി രീതിയിലുള്ള കണ്ടൻറ്റ് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മളിങ്ങനെ ഈ കോവിഡ് ടൈമുകളൊക്കെ കഴിഞ്ഞു വന്നാൽ പോലും ഇതുപോലുള്ളൊരു കണ്ടൻറ്റ്, ഒരു ഹ്യൂമർ സിനിമകളോ അതുപോലെ അങ്ങനെ കൊണ്ടുപോകും കാര്യങ്ങളൊന്നുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. പിന്നുള്ളതിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ മേക്കിംഗ് അത്യാവശ്യം തഴക്കേടില്ലാതെ തന്നെ മേക്കിങ് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടിരിക്കാൻ പറ്റിയ ലോജിക്കലായിട്ടുള്ളൊരു സിനിമ. ഫാമിലി ഓഡിയൻസിനൊക്കെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയെന്ന് നമുക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബോറടിക്കാതെ തന്നെ ഇതിനകത്ത് സംഭവങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും സിനിമ വളരെ ഗംഭീരമായിട്ട് വരുന്നുണ്ട്. കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവരുണ്ട് ഡിസ്ലൈക്ക് അടിക്കുക. ഓക്കെ, ഇപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ ബൈ ബൈ.